കഴിഞ്ഞ ദിവസം മൈത്ര ഹോസ്പിറ്റലിലേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. വേറൊന്നിനുമല്ല, പ്ലേറ്റ്ലെറ്റ്സ് ഡൊണേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നേരെ ഹോസ്പിറ്റലിലെത്തി ബ്ലഡ് ഡൊണേഷൻ്റെ ഏരിയയിലേക്കാണ് പോയത്. അവിടെ പോയി അവിടുന്ന് ചെക്കപ്പൊക്കെ ഉണ്ടായിരുന്നു, ടെസ്റ്റൊക്കെ ചെയ്തു, ഒക്കെ കഴിഞ്ഞു. പിന്നെ അതിന് സജ്ജീകരിച്ച റൂമിലേക്ക് നമ്മളെ കൊണ്ടുപോയി. അവിടെ കിടന്നു. സ്റ്റാർട്ടിങ് നമുക്കൊരു എനർജി ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചൊന്ന് റാഹത്തായി. അന്നപ്പോഴേക്ക് പണി തുടങ്ങിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, വലിയൊരു സൂചിയായിരുന്നു കേട്ടോ. ഇതേ പോകണം നമ്മളെ ചോര. അങ്ങനെ കുറേ ടൈം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ നടക്കുന്ന പ്രോസസ്സുകളൊക്കെ ഒരു പറഞ്ഞു തന്നു. ഇതിപ്പോൾ ഡ്രോയിങ് പ്രോഗ്രസ് ആണ്. ഈ സമയം എന്ന് പറഞ്ഞാൽ മെഷീനിലേക്ക് ബ്ലഡ് വരുന്ന സമയം. അതായത് നമ്മൾ നീഡിൽ കുത്തിയിട്ട് അത് ത്രൂ ബ്ലഡ് മെഷീനിലേക്ക് വരും. ആ സമയത്ത് ബ്ലഡ് മെഷീനിലേക്ക് വന്നിട്ട് സെൻട്രിഫ്യൂജ് ആയിട്ട് ബ്രെയിനിൽ തന്നെ വേർതിരിച്ചിട്ട് ഒരു ബാക്കിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ ഈ ഡ്രോയിങ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് റിട്ടേൺ ഇൻ പ്രോഗ്രസ് എന്നാണ്. ആ സമയം അതേ രണ്ടിൽ കൂടെ തന്നെ നമ്മുടെ ബ്ലഡ് തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് നീടാ ചെയ്യും. ഈ റിട്ടേൺ ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ബോൾ പ്രസ് ചെയ്യാൻ പാടില്ല. അതായത് ഈ ഡ്രോ ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന സമയത്ത് ബ്ലഡ് ഫ്ലോ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് ഒന്ന് ബോൾ പ്രസ് ചെയ്ത് കൊടുക്കുക. റിട്ടേൺ ഇൻ പ്രോഗ്രസിന്റെ സമയത്ത് നമ്മൾ ബോൾ പ്രസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അങ്ങനെ ഒരു 3 സൈക്കിളാണ് നമുക്ക് നടക്കുക. അങ്ങനെ സംഭവം കഴിയാനായിട്ടുണ്ട്. 1 മണിക്കൂറോളം അവിടെ കിടന്നു. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞപ്പോഴേക്കും ഡാർക്ക് ഫാൻറ്റസിയും അതുപോലെ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കുടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഒരു വീണ്ടും വേണമെന്ന് ചോദിച്ചു. നല്ല ക്ഷീണമായതുകൊണ്ട് ഒന്നുകൂടി വാങ്ങി. അങ്ങനെയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴി എല്ലാ സ്ഥലത്തും വെള്ളം കയറിയിട്ടുണ്ട്. കക്കോടിയും അതുപോലെ ചേളന്നൂരൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. മാത്രമല്ല പല നാടുകളിലും ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവരും ശ്രദ്ധിക്കുക, പുറത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ. പ്രത്യേകിച്ച് കുട്ടികളെ കാര്യമൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക. കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്തേക്കൊന്നും വിടാതിരിക്കുക. പടച്ചോൻ നമ്മളൊക്കെ കാക്കട്ടെ. ആമീൻ.